റീമൻ ഇൻ്റഗ്രബിൾ ഫങ്ഷൻസ്. എഫ് എന്ന ഫംഗ്ഷനെ എപ്പോഴാണ് റീമൻ ഇൻ്റഗ്രബിൾ ഫംഗ്ഷൻ എന്ന് വിളിക്കാൻ സാധിക്കുന്നത്? നമ്മൾ എടുക്കുന്ന എഫ് എന്ന ഫംഗ്ഷൻ ബൗണ്ടഡും കണ്ടിന്യൂസ് ഫംഗ്ഷനുമാണ്. എ ബി എന്ന ഇൻ്റർവെല്ലിലാണ് ഡിഫൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നതെങ്കിൽ, സപ്പോസ് ഈ ഒരു ഫിഗറാണ് എ ബി എന്ന ഡൊമൈനിൽ എഫ് എന്ന ബൗണ്ടഡ് കണ്ടിന്യൂസ് ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ, ഈ ഒരു ഫംഗ്ഷൻ ബൗണ്ട് ചെയ്യുന്ന ഏരിയയെ ഫൈനൈറ്റ് നമ്പർ ഓഫ് റെക്റ്റാങ്കിൾസ് യൂസ് ചെയ്തുകൊണ്ട് പാർട്ടീഷൻ ചെയ്യുകയാണ്. n നമ്പർ ഓഫ് റെക്റ്റാങ്കിൾസ് യൂസ് ചെയ്തിട്ടാണ് ഈ ഏരിയയെ നമ്മൾ പാർട്ടീഷൻ ചെയ്യുന്നതെങ്കിൽ എസ് പി ഈക്വൽസ് സമ്മേഷൻ കെ റേഞ്ചസ് ഫ്രം 1 to n എഫ് ഓഫ് സി കെ ഇൻറ്റു ഡെൽറ്റ എക്സ് കെ എന്ന് എഴുതാം. ഡെൽറ്റ എക്സ് കെ ഉദ്ദേശിക്കുന്നത് ഓരോ പാർട്ടീഷനാണ്. എഫ് ഓഫ് സി കെ ഉദ്ദേശിക്കുന്നത് ഒരു റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ഒരു പാർട്ടീഷൻ്റെ അകത്ത് നിൽക്കുന്ന സി കെ എന്ന പോയിൻറ്റിൻ്റെ ഇമേജ് വാല്യൂ ആണ്. എഫ് ഓഫ് സി കെ ഈക്വൽസ് ഇമേജ് ഓഫ് സി കെ. നോം ഓഫ് പി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാക്സിമം പോസിബിൾ ലെങ്ത് ഓഫ് സബ് ഇൻ്റർവൽ വെൻ യു പാർട്ടീഷൻ ഇൻ്റർവൽ എ ബി. ഇൻ്റർവൽ എ ബിയെ പാർട്ടീഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പാർട്ടീഷൻ്റെ ലെങ്ത്താണ് നോം ഓഫ് പി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോം ഓഫ് പി ടെൻസ് ടു 0 എന്നാൽ അതിൻ്റെ അർത്ഥം പാർട്ടീഷൻ ചെയ്യുമ്പോൾ വരാവുന്ന മാക്സിമം ലെങ്ത് ഉള്ള പാർട്ടീഷൻ്റെ ലെങ്ത്ത് 0ലേക്ക് ടെൻഡ് ചെയ്യുന്നു എന്നാണ്. അതിൻ്റെ അർത്ഥം ഏറ്റവും ചെറിയ ചെറിയ പാർട്ടീഷൻസിനെ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഏരിയ അണ്ടർ ദി കർവിനെ ഏറ്റവും കൂടുതൽ റെക്റ്റാങ്കിൾസ് ഉപയോഗിച്ചുകൊണ്ട് പാർട്ടീഷൻ ചെയ്യുക എന്നുള്ളതാണ്. റെക്റ്റാങ്കിൾസിൻ്റെ എണ്ണം കൂട്ടുമ്പോൾ സൈസ് ഓഫ് ദ റെക്റ്റാങ്കിൾസ് കുറയുകയും റെക്റ്റാങ്കിൾസിൻ്റെ എണ്ണം കൂടുകയും ചെയ്യും. അതായത് പാർട്ടീഷൻസ് കൂടും. അങ്ങനെ വരുമ്പോൾ മാക്സിമം ലെങ്ത് ഓഫ് ദി സബ് ഇൻ്റർവൽ ഓർ മാക്സിമം ലെങ്ത് ഓഫ് ദി പാർട്ടീഷൻ 0ലേക്ക് അപ്രോച്ച് ചെയ്യും. സൈസ് ഓഫ് ദ റെക്റ്റാങ്കിൾ കുറയുന്നു എന്നത് നോം ഓഫ് പി അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന റെക്റ്റാങ്കിളിൻ്റെ സൈസ് കുറയുന്നു എന്നാണ്. ഈ ഒരു ലിമിറ്റിംഗ് കേസ് കൺസിഡർ ചെയ്യുമ്പോൾ ലിമിറ്റ് നോം പി ടെൻസ് ടു 0 ഓവർ എസ് പി ഈക്വൽസ് ലിമിറ്റ് നോം പി ടെൻസ് ടു 0 സമ്മേഷൻ എഫ് ഓഫ് സി കെ ഇൻറ്റു ഡെൽറ്റ എക്സ് കെ. ഈ ലിമിറ്റിംഗ് കേസ് ഈ ഒരു സമ്മേഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് തുല്യമായി വരുന്നത് ഐ എന്ന ഡെഫിനിറ്റ് ഇൻ്റഗ്രലിലേക്കാണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനെ പാർട്ടീഷൻ ചെയ്ത് ലിമിറ്റിംഗ് കേസ് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇൻ്റഗ്രലാണ്. ഏരിയ അണ്ടർ ദി കർവ് ഗീവ്സ് അസ് ദി ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇത്തരത്തിൽ പാർട്ടീഷൻ ചെയ്യാൻ കഴിയുന്ന ഫംഗ്ഷൻ എഫിനെയാണ് റീമൻ ഇൻ്റഗ്രബിൾ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഈ ഒരു ക്വാണ്ടിറ്റിയെ വിളിക്കുന്നത് റീമൻ സം എന്നാണ്. റീമൻ എന്ന സയൻറ്റിസ്റ്റാണ് ഒരു കണ്ടിന്യൂസ് ബൗണ്ടഡ് ഫംഗ്ഷനെ കറസ്പോണ്ടിങ് ഫംഗ്ഷൻ എൻക്ലോസ് ചെയ്യുന്ന ഏരിയ മാക്സിമം നമ്പർ ഓഫ് റെക്റ്റാങ്കിൾസിലൂടെ പാർട്ടീഷൻ ചെയ്ത് ലിമിറ്റിംഗ് കേസിനെ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവരാമെന്ന് കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കണ്ടിന്യൂസ് ബൗണ്ടഡ് ഫംഗ്ഷൻ എഫിനെ റീമൻ ഇൻ്റഗ്രബിൾ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഏരിയ ബിറ്റ്വീൻ ദി കർവ് കണ്ടുപിടിക്കുമ്പോൾ രണ്ട് കേസസ് കൺസിഡർ ചെയ്യാം. കർവ് ചിലപ്പോൾ y ഈക്വൽസ് എഫ് ഓഫ് എക്സ് y ഈക്വൽസ് ജി ഓഫ് എക്സ് ഈ ഒരു ഫോമാറ്റിലായിരിക്കും നിൽക്കുന്നത്, അല്ലെങ്കിൽ എക്സ് ഈക്വൽസ് എഫ് ഓഫ് വൈ എക്സ് ഈക്വൽസ് ജി ഓഫ് വൈ ഈ ഒരു ഫോമാറ്റിലായിരിക്കും നിൽക്കുന്നത്. ഇതുപോലെയാണ് നിൽക്കുന്നതെങ്കിൽ, അതായത് കർവിൻ്റെ ഷേപ്പ് ഏകദേശം പാരലൽ ടു എക്സ് ആക്സിസ് ആണെങ്കിൽ ഏരിയ കണ്ടെത്താനുള്ള ഫോർമുല ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ ഈക്വൽസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അല്ലെങ്കിൽ ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ ഈക്വൽസ് ഹൈറ്റ് ഇൻറ്റു വിഡ്ത്ത്. ഡി എക്സ് എന്ന ഡെറിവേറ്റീവ് എലമെൻ്റാണ് വിഡ്ത്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ തരുന്നത്. ഡി എക്സ് എന്ന് പറയുമ്പോൾ ഈ ചെറിയ ചെറിയ പാർട്ടീഷൻസിൻ്റെ സൈസാണ് വിഡ്ത്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ. ഈ റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാനായിട്ട് അപ്പർ ബൗണ്ടറി മൈനസ് ലോവർ ബൗണ്ടറി ചെയ്യണം. അപ്പർ ബൗണ്ടറി ഈസ് ദി അപ്പർ മോസ്റ്റ് കർവ് y ഈക്വൽസ് എഫ് ഓഫ് എക്സ്, ലോവർ ബൗണ്ടറി ഈസ് ദി ലോവർ മോസ്റ്റ് കർവ് y ഈക്വൽസ് ജി ഓഫ് എക്സ്. അതുകൊണ്ട് ഹൈറ്റ് ഓഫ് ദ റെക്റ്റാങ്കിൾ കണ്ടുപിടിക്കാനായിട്ട് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് വിച്ച് ഈസ് അപ്പർ കർവ് മൈനസ് ലോവർ കർവ് ചെയ്യണം. വിഡ്ത്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് എലമെൻ്റാണ്. ഈ ഒരു ക്വാണ്ടിറ്റിയെ എ മുതൽ ബി വരെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഏരിയ ബിറ്റ്വീൻ ദീസ് ടു കർവ്സ് ആണ്. എ മുതൽ ബി വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം എന്ന് മനസ്സിലാകുന്നത് എഫ് ഓഫ് എക്സിൻ്റെയും ജി ഓഫ് എക്സിൻ്റെയും ഡൊമൈൻ ഇൻ്റർവൽ എ ബി ആയതുകൊണ്ടാണ്. അടുത്ത കേസിൽ
കൺസിഡർ ചെയ്തിരിക്കുന്ന രണ്ട് കർവും പാരലൽ ടു വൈ ആക്സിസ് ആണെങ്കിൽ ഈ കർവിൻ്റെ ഫോമാറ്റ് എക്സ് ഈക്വൽസ് എഫ് ഓഫ് വൈ, എക്സ് ഈക്വൽസ് ജി ഓഫ് ഐ ആയിരിക്കും. ഇവിടെ റൈറ്റ് മോസ്റ്റ് കർവും ലെഫ്റ്റ് മോസ്റ്റ് കർവുമാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഈ റെക്റ്റാങ്കിൾസ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ പാർട്ടീഷൻസ് വെർട്ടിക്കൽ ആയിട്ടുള്ള റെക്റ്റാങ്കിൾസ് ആണെങ്കിൽ ഇവിടുത്തെ പാർട്ടീഷൻസ് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റെക്റ്റാങ്കിൾസ് ആണ്. ഈ ഓരോ റെക്റ്റാങ്കിൾസിനെയും നമുക്ക് വെർട്ടിക്കൽ സ്ട്രിപ്സ് എന്ന് വിളിക്കാം. അതുപോലെ ഈ ഓരോ റെക്റ്റാങ്കിൾസിനെയും നമുക്ക് ഹൊറിസോണ്ടൽ സ്ട്രിപ്സ് എന്നും വിളിക്കാം. ഈ ഹൊറിസോണ്ടൽ സ്ട്രിപ്സ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ റെക്റ്റാങ്കിൾസിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ് മോസ്റ്റ് കർവ് മൈനസ് ലെഫ്റ്റ് മോസ്റ്റ് കർവാണ്. റൈറ്റ് മോസ്റ്റ് കർവ് ജി ഓഫ് വൈയും ലെഫ്റ്റ് മോസ്റ്റ് കർവ് എഫ് ഓഫ് വൈയുമാണ് ഫിഗറിൽ നിന്നും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഹൈറ്റ് ഓഫ് ദ റെക്റ്റാങ്കിൾ വിൽ ബി റൈറ്റ് മോസ്റ്റ് കർവ് ജി ഓഫ് വൈ മൈനസ് ലെഫ്റ്റ് മോസ്റ്റ് കർവ് എഫ് ഓഫ് വൈ. വിഡ്ത്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ഡി വൈ എന്ന ഡെറിവേറ്റീവ് എലമെൻ്റാണ്. ഈ ഒരു ക്വാണ്ടിറ്റിയെ എ മുതൽ ബി വരെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഏരിയ.